ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയൊരു അത്ഭുതം തന്നെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെന്താണെന്ന് ഞാൻ പറയാം. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2020-21 സീസണാണ്. അതായത് നമ്മുടെ കോച്ചായ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ആദ്യത്തെ സീസണാണ് ഏറ്റവും മികച്ച സീസൺ എന്ന് പറയുന്നത്. സോ ആ ഒരു സീസണിലെ ഏറ്റവും മികച്ച താരങ്ങളിലുള്ള ഒരാളായിരുന്നു നമ്മുടെ അൽവാരോ വാസ്കസ്. സോ എന്തായാലും അൽവാരോ വാസ്കസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വീണ്ടും റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് പെപ്പറ പോകുന്നു എന്ന നേരത്തുള്ള വാർത്തയൊക്കെ കേട്ടപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിലേക്കായിരിക്കും വരാൻ പോകുന്നതെന്ന്. ബട്ട് ചാൻസ് ഉണ്ട് എന്ന് തന്നെ പറയണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ISL ഈ വർഷത്തെ ട്രാൻസ്ഫർ നീക്കങ്ങളുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്ര പേര് ട്രാൻസ്ഫറായി, ഇനി ആരെങ്കിലും വരാനിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇട്ടിരുന്നു. എന്തായാലും ആ ഒരു പോസ്റ്ററിൻ്റെ അടിയിൽ നമ്മുടെ അൽവാരോ വാസ്കസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ്. അതായത് ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെ അടച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുവരെ ഇത് കഴിഞ്ഞിട്ടില്ല. ഇതാണോ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ നീക്കങ്ങൾ, ഇതേതാണ് ഏറ്റവും മികച്ച ട്രാൻസ്ഫർ നീക്കങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോട്ടോ ഇട്ടിരുന്നു. ആ ഒരു സമയത്താണ് അൽവാരോ വാസ്കസ് പറഞ്ഞിരിക്കുന്നത് ദ ഗെയിം ഈസ് നോട്ട് ഓവർ യെറ്റ്. അതായത് ഇതുവരെ ഈ ഒരു വിൻഡോ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പറയാൻ പറ്റില്ല ഏതായിരിക്കാം ഏറ്റവും വലിയ ട്രാൻസ്ഫർ നീക്കമെന്ന്. സോ എന്തായാലും ഇത് അദ്ദേഹം തിരിച്ചു വരവിൻ്റെ സൂചനയായിട്ട് കാണിക്കണതാണോ എന്ന് പല ആരാധകരും ചോദിക്കുന്നുണ്ട്. സോ എന്തായാലും അദ്ദേഹം എവിടെ വന്നാലും കുഴപ്പമില്ല, ISLിലേക്ക് തിരിച്ചു വരട്ടെ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരരുതേ എന്നാണ് ഞാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നത്. കാരണം വലിയ ഗുണമൊന്നുമില്ല, ഫോം ഔട്ടാണ്. ഇപ്പോൾ ഏതോ ലോക്കൽ ക്ലബിന് വേണ്ടിയൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പുള്ളിയെ കൊണ്ടുവന്ന് പെപ്പറയ്ക്ക് പകരമൊക്കെ പുള്ളിയെ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വേണമെങ്കിൽ പൊക്കിയെടുത്തുകൊണ്ട് വരും, പറയാൻ പറ്റത്തില്ല. പിന്നെ കരോലീസിന് അത്യാവശ്യം ബുദ്ധിയുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്യത്തില്ലെന്ന് വിചാരിക്കാം.